നിന്റെ മുൻപിൽ വണങ്ങിടുന്നേ. നന്ദിയോടെ സ്തുതിച്ചിടുന്നേ. നിന്റെ മുൻപിൽ വണങ്ങിടുന്നേ. വർണ്ണിച്ചിടാ വാക്കുകളില്ല അങ്ങേ ഉയർത്തി പാടുവാ. വർണ്ണിച്ചിടാ വാക്കുകളില്ല അങ്ങേ ഉയർത്തി പാടുവാ. നന്ദിയോടെ സ്തുതിച്ചിടുന്നേ. നിന്റെ മുൻപിൽ വണങ്ങിടുന്നേ. ഓ നന്ദിയോടെ സ്തുതിച്ചിടുന്നേ. നിന്റെ മുൻപിൽ വണങ്ങിടുന്നേ. നിന്റെ മുൻപിൽ വണങ്ങിടുന്നേ. വോയിസ് ഓഫ് ലവിൽ ഇന്ന് കർത്താവ് നമുക്ക് തരുന്ന വചനം ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യമാണ്. ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. ഞാൻ നിന്നെ അധികമായി വർദ്ധിപ്പിച്ച് അനേക ജാതികളാക്കും, നിന്നിൽ നിന്ന് രാജാക്കന്മാരും ഉത്ഭവിക്കും. നമ്മുടെ ഭാവിയെ കാണുന്ന ഒരു ദൈവമുണ്ട്. അബ്രഹാം ഒറ്റയ്ക്കാണ്, തലമുറകളില്ല, വയസ്സും ചെന്നൊരു മനുഷ്യനാണ്. പക്ഷെ ദൈവം അവനോട് സംസാരിക്കുകയാണ്, നിന്നെ ഞാൻ അധികമായിട്ട് വർദ്ധിപ്പിച്ച് അനേക ജാതികളാക്കും, നിന്നിൽ നിന്ന് രാജാക്കന്മാർ ഉത്ഭവിക്കും. അതെ, യേശുവുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുമ്പോൾ ഇല്ലാത്തതിനെല്ലാം ദൈവം വർദ്ധിപ്പിക്കും. നിങ്ങളുടെ ശൂന്യതകളെല്ലാം ദൈവം മാറ്റും. അബ്രഹാം എന്ന് പറയുന്ന മനുഷ്യനെ എവിടെയോ തീർന്നു പോകേണ്ട ഒരു മനുഷ്യനായി, ഒന്നുമല്ലാതായി തീരേണ്ട ഒരു മനുഷ്യനാണ്. തലമുറകളില്ലാതെ, തൻ്റെ ഭാര്യ തലമുറകളെ ലാളിക്കാൻ കഴിയാതെ ഒക്കെ ജീവിതം തീരേണ്ട ഒരു വ്യക്തിയാണ്. പക്ഷെ ആ ജീവിതത്തെ തിരിച്ചത് യേശുവുമായി, ദൈവവുമായി കണ്ടുമുട്ടിയപ്പോഴാണ്. ദൈവവുമായിട്ട് കണ്ടുമുട്ടിയ അന്നു മുതൽ തൻ്റെ ജീവിതം പ്രത്യാശ നിറഞ്ഞതായി മാറി. തൻ്റെ ഉള്ളിൽ നിരാശകളല്ല പിന്നെ ഉള്ളത്. നക്ഷത്രങ്ങളെ കാണുന്നു, മണൽത്തരികളെ എണ്ണുന്നു, കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും വടക്കോട്ടും നടക്കുന്നു. എന്തോ വലിയ ചില കാര്യങ്ങളുടെ പ്രിപ്പറേഷനായി മാറി. സത്യമാണ്, എല്ലാം തകർന്ന വ്യക്തികൾ യേശുവുമായി കണ്ടുമുട്ടുമ്പോൾ നാളുകളിലേക്ക് ജീവിക്കാനുള്ള ഭയങ്കര ഊർജം അവരുടെ മേലുണ്ടാകും. അതൊക്കെ ഒരു തോന്നലുകളോ സ്വപ്നങ്ങളൊന്നും അല്ല കേട്ടോ, സത്യങ്ങളാണ്. അബ്രഹാമിനോട് പറയുക, ഞാൻ നിന്നെ വർദ്ധിപ്പിച്ച് അനേക ജാതികളാക്കും, നിന്നിൽ രാജാക്കന്മാർ ഉത്ഭവിക്കും. സത്യമാണ്. യേശുവിനെ വിശ്വസിക്കുന്ന നിങ്ങളുടെ നാളുകൾ ഭയങ്കര മനോഹരമായിരിക്കും. അത് അനേകർക്ക് പറയാനും പങ്കുവെക്കാനും, അനേകർക്ക് പ്രചോദനവും അനേകർക്ക് ഫോളോ ചെയ്യാനും ഉള്ളതായിരിക്കും നിങ്ങളുടെ നാളുകൾ. അത് വേറെ ഒന്നും കൊണ്ടല്ല, യേശുവിനെ നിങ്ങൾ വിശ്വസിക്കുകയും യേശുവിനെ പിൻപറ്റുകയും ചെയ്തുകൊണ്ടാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഭാവി അറിയുന്ന ഒരു കർത്താവുണ്ട്. ഇന്നൊന്നുമില്ലായിരിക്കും, നാളത്തെ ചരിത്രം നിങ്ങളുടെ ചരിത്രമാണ്. ഉറപ്പായിട്ടും വിശ്വസിക്കുക. യേശുവിലൂടെ നിങ്ങളുടെ ജീവിതം അത്ഭുതമാകാൻ പോകുന്നു. യേശുവിലൂടെ നിങ്ങളുടെ ജീവിതം അതിശയമാകാൻ പോകുന്നു. നിങ്ങളുടെ കുടുംബത്തിനകത്ത് പ്രതീക്ഷകളുടെ പുത്തൻ ചിറകുകൾ ആമേൻ ഉണ്ടായി തുടങ്ങുന്നു. യെസ്, ചിലതൊക്കെ ഉത്ഭവിക്കും, ചിലതൊക്കെ നിങ്ങളുടെ മേൽ ഉണ്ടായി വരും, വർദ്ധിക്കും. ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് പുറത്തു വരും. യേശു നിങ്ങളെ
രക്ഷകനായതുകൊണ്ട് സന്തോഷത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ, ഇന്ന് ഞങ്ങൾക്ക് നൽകിയ നല്ല വചനത്തിനായി നന്ദി പറയുന്നു. കർത്താവെ, ഞങ്ങളെ വർദ്ധിപ്പിച്ച് കർത്താവിൻ്റെ ശൂന്യതകളെ മാറ്റുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യും. യേശുവിൻ്റെ നാമത്തിൽ ഈ വചനം കേൾക്കുന്ന ഈ വ്യക്തിയും ഈ കുടുംബത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. അവരുടെ ജീവിതത്തിലെ ശൂന്യതകൾ യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ. ഒരു വർധന ഉണ്ടാവട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ചില സൃഷ്ടിപ്പുകൾ നടക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ. യേശുവിൻ്റെ നാമത്തിൽ ഇവരെ അനുഗ്രഹിക്കുന്നു. ഇന്നത്തെ ദിവസം ഇവർക്ക് ഏറ്റവും അനുഗ്രഹമായി ഏറ്റവും മനോഹരമായി മാറട്ടെ. ഇവരുടെ ഭാവി കാണുന്ന ദൈവം കർത്താവ് ഇന്ന് ഇവർക്ക് വരേണ്ട എല്ലാ അനുഗ്രഹങ്ങൾ യേശു അങ്ങ് നൽകുന്നതിന് നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സ്വപ്നം കാണാൻ പഠിപ്പിച്ചവനെ, നാളുകളെക്കുറിച്ച് നോക്കുമ്പോൾ ഞങ്ങൾക്ക് ഭീതിയല്ല, നാളെക്കുറിച്ച് നോക്കുമ്പോൾ ഞങ്ങൾക്ക് പ്രതീക്ഷ തന്നവനെ, എന്തായിത്തീരുമെന്നുള്ള നാളുകളല്ല, അത്ഭുതമാകാൻ പോകുന്ന നാളുകളെ ഞങ്ങളുടെ ജീവിതത്തിൽ തരാൻ പോകുന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ. വലിയ അത്ഭുതങ്ങൾ ഞങ്ങൾക്കായി കാത്തിരിക്കുന്നതിനായി സ്തോത്രം. ഈ വചനം കേൾക്കുന്നവരുടെ മുമ്പിൽ ഒത്തിരി നിരാശകളുണ്ട്, ഒത്തിരി ദുഃഖങ്ങളുണ്ട്. പക്ഷേ അതെല്ലാം മാറിയിട്ട് പരിശുദ്ധാത്മാവേ, അവർക്ക് നല്ല പുത്തൻ പുലരികളെ, പ്രതീക്ഷകളുടെ ദിനങ്ങളെ നീ കൊടുക്കുന്നതിനായി സ്തോത്രം. കർത്താവേ, നാളുകളെക്കുറിച്ചുള്ള ആകുലങ്ങൾ മാറട്ടെ, ഭയം മാറട്ടെ, പേടി മാറട്ടെ. ജനം നാളുകളെക്കുറിച്ച് പുഞ്ചിരി തൂകട്ടെ. അവരെ അനുഗ്രഹിക്കുന്നു, ഉയർത്തുന്നു, സൗഖ്യവും ആരോഗ്യം കൽപ്പിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. വചനത്തെ വിശ്വസിക്കുക. നല്ലൊരു ഭാവി കാലം നിങ്ങൾക്കുണ്ട്, നല്ല ഒരു അത്ഭുതകാലം നിങ്ങൾക്കുണ്ട്. ഗോഡ് ബ്ലെസ് യു. ഷലോം. എല്ലാ ദിവസവും രാവിലെ ഇന്ത്യൻ ടൈം 6 മണിക്ക് വോയിസ് ഓഫ് ലവ് എന്ന ഷോർട്ട് ഡിവോഷൻ ലഭ്യമാണ്. അതുപോലെ ചൊവ്വ, വ്യാഴം, ഞായർ ദിവസങ്ങളിൽ രാത്രി ഇന്ത്യൻ ടൈം 9:30 ലൈവ് മെസ്സേജ് ലഭ്യമാണ്. ഈ സന്ദേശങ്ങൾ ലഭ്യമാകുവാൻ പാസ്റ്റർ രാജേഷ് ഏലപ്പാറ യൂട്യൂബ് ചാനലും ഗാനങ്ങൾ ലഭ്യമാകുവാൻ രാജേഷ് ഏലപ്പാറ യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഈ ശുശ്രൂഷ നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായി വരുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. നിങ്ങൾ ഞങ്ങൾക്ക് പ്രാർത്ഥനയിലും എല്ലാ സഹകരണത്തിലും ഞങ്ങളോട് ഈ മീഡിയ മിനിസ്ട്രിയുടെ കൂടെ നിന്നു. ഞങ്ങൾക്ക് ഈ മീഡിയ മിനിസ്ട്രി മുമ്പോട്ട് കൊണ്ടുപോകാൻ ചില എക്യുപ്മെൻറ്റ്സുകൾ ആവശ്യമായി വന്നിരിക്കുന്നു. തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥനയും സഹകരണവും ഞങ്ങൾ ആവശ്യപ്പെടുന്നു.